14ാം പഞ്ചവത്സര പദ്ധതി പ്രകാരം വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് 2026-27 വർഷത്തെ പദ്ധതികളുടെ വികസന സെമിനാർ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ വെച്ച് നടന്നു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണിമേഖല വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. തുടർച്ചയായ 4ാം തവണയും അധികാരത്തിലേറിയ LDF വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ 2026-27 വർഷത്തെ 14ാം പഞ്ചവത്സര പദ്ധതി പ്രകാരമുള്ള പദ്ധതികളുടെ വികസന സെമിനാറാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ വെച്ച് നടന്നത്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട് പുതുതായി ചുമതലയേറ്റ ഭരണസമിതിക്ക് നിരവധിയായ വെല്ലുവിളികളാണ് മുൻപോട്ടുള്ളത്. ഈ മുൻകരുതലുകളോട് കൂടിയുള്ള വികസന പ്രവർത്തനങ്ങൾക്കാവും മുൻതൂക്കം നൽകുക. മാലിന്യമുക്ത വണ്ടിപ്പെരിയാർ എന്ന അംഗീകാരം ലക്ഷ്യമിട്ടുകൊണ്ട് വർഷങ്ങൾക്ക് മുൻപേ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെങ്കിലും ഇതുവരെ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ സാധിച്ചിട്ടുമില്ല. ഇതിനായുള്ള തുടർ പ്രവർത്തനങ്ങളും 2026-27 വർഷത്തിൽ നടപ്പിലാക്കേണ്ടതുണ്ട്. ഇവയെല്ലാം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സമഗ്ര വികസന പദ്ധതികൾക്കായി 10 കോടിയോളം രൂപയാണ് ചെലവ് ലക്ഷ്യമിടുന്നത്. പദ്ധതികളുടെ സമഗ്ര അവലോകനം നടത്തി ബഡ്ജറ്റിന് മുൻപായി കരട് രൂപരേഖ തയ്യാറാക്കുക എന്നതായിരുന്നു വികസന സെമിനാറിലൂടെ ലക്ഷ്യമിടുന്നത്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വികസന സെമിനാറിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T. സുഭാഷ് അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി PT. ബിനോയ് സ്വാഗതം ആശംസിക്കുകയും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണിമേഖല വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അപ്പൊ ഞാൻ ഏകദേശം 32 ഗ്രാമസഭയിൽ പങ്കെടുത്താണ്. 40 വാർഡുകളുണ്ട് വണ്ടിപ്പെരിയാറിൽ. അപ്പോൾ അതിൽ 32 ഗ്രാമസഭകളിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോഴും കുടിവെള്ളം എത്തിച്ചേരാൻ വരികയാണ്. ഒത്തിരി ആളുകളുണ്ട്. ഇപ്പൊ തന്നെ കുടിവെള്ളം കൂലിപ്പണിക്ക് പോയി വന്നിട്ട് ആ കിട്ടുന്ന പൈസ കൊണ്ട് 1400 വണ്ടിക്ക് വെള്ളം മേടിക്കുന്ന അവസ്ഥയിലുള്ള ഒട്ടേറെ വാർഡുകൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ R. സെൽവത്തായി വികസന പദ്ധതികൾക്ക് ആവശ്യമായ ചെലവുകൾ വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ് യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. തുടർന്ന് വിവിധ ഗ്രൂപ്പുകൾ തിരിഞ്ഞ് വിവിധങ്ങളായ പദ്ധതികളുടെ വിശകലനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.